CPIMന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയാണ്. ഭാവി കേരളം, നവകേരളം എങ്ങനെയായിരിക്കണം, അതിനെപ്പറ്റി ഒരു മാധ്യമങ്ങളും ഗൗരവമായ ഒരു ചർച്ചയും ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ വന്നിരുന്ന വിഡ്ഢിത്തരങ്ങൾ പറയുക, മുഖ്യമന്ത്രിയെ പരിഹസിച്ചിട്ട്. അത് നമ്മൾ കണ്ടല്ലോ, എത്രയോ പേര് ആ വീഡിയോ കണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി പറയുന്നത്, ചിലർക്ക് വൈകി തലയിൽ ബുദ്ധി ഉദിച്ചിട്ടുണ്ട്. ബുദ്ധി ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് എതിർത്താൽ ശരിയാവില്ലല്ലോ. ചില യൂട്യൂബ് മാമന്മാർ വിഴിഞ്ഞം തുറമുഖ വികസനം എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം വികസനം, തിരുവനന്തപുരത്തിന് വേണ്ടി വാദിക്കുന്ന ചില യൂട്യൂബ് മാമന്മാർ, വിഴിഞ്ഞത്തിന് വേണ്ടി വാദിക്കുന്നവർ ഇപ്പം പ്ലേറ്റ് ഒന്ന് മാറ്റി പിണറായിയെ പുകഴ്ത്തി വീഡിയോ ചെയ്യുന്നു. നിങ്ങളുടെ ഗതികേടാണിത്. ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്. ഇപ്പം പിണറായിയെ പുകഴ്ത്തി വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് നെഗറ്റീവാണ് പറയുന്നത്, പോസിറ്റീവ് അല്ല പറയുന്നത്. എന്നാൽ നിങ്ങൾ നന്നാവുക. മോദി സർക്കാരിനെതിരെ ഒന്നും മിണ്ടുന്നില്ല. എന്താ വന്നിരുന്ന് പറയുന്നത്? പിണറായി സർക്കാർ ഇത് ചെയ്യുമെങ്കിൽ, അത് ചെയ്യുമെങ്കിൽ, മറ്റേത് ചെയ്യുമെങ്കിൽ നല്ല കാര്യം, ചെയ്യുമെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അപ്പോഴും പോസിറ്റീവ് അല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന നയരേഖയാണ്. എത്ര മാധ്യമങ്ങൾ അതിന് തയ്യാറാവുന്നു? അടുത്ത കേരളം, ഭാവി കേരളം, നവകേരളം എന്തായിരിക്കണം കൃത്യം പഠിച്ചിട്ട്. അപ്പം വിഴിഞ്ഞം ഉൾപ്പെടെ കേരളത്തിന്റെ വികസന പദ്ധതിയിലെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ നയരേഖയിൽ പറയുന്നുണ്ട്. മൂന്നാമതും LDF സർക്കാർ ഇവിടെ അധികാരത്തിൽ വരട്ടെ, കേരളം എവിടെ എത്തുമെന്ന് കണ്ടുപിടിച്ചോളുക. അടുത്ത 5 വർഷം, അടുത്ത വർഷം ഇലക്ഷൻ, അടുത്ത 5 വർഷം അതിനെ അട്ടിമറിക്കാൻ കുറെ മാപ്രകൾ, കുറെ മാധ്യമങ്ങൾ, പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ BJP സർവ്വസന്നാഹങ്ങളുമായിട്ട് എതിർക്കുകയാണ്. LDF മൂന്നാമതും അധികാരത്തിൽ വരാൻ പാടില്ല. ഇവർ വന്നിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും നാൾ വിഴിഞ്ഞത്തെ പറ്റി കുറ്റം പറഞ്ഞവരാണ് വന്നിരുന്ന് ഇപ്പം തള്ളുന്നത്. വിഴിഞ്ഞത്ത് സർക്കാരൊന്നും ചെയ്യുന്നില്ലത്രേ. എന്താണ് ചെയ്യാൻ പോണതെന്ന് കൃത്യം പറയുന്നുണ്ട്. വിഴിഞ്ഞം തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല, വിഴിഞ്ഞം കേരളത്തിൻ്റെ മാത്രമല്ല, വിഴിഞ്ഞം ഇന്ത്യയുടെയാണ്, ഏഷ്യയുടെയാണ്, ലോകത്തെ ഒരു വലിയ തുറമുഖമായിട്ട് ഇപ്പം തന്നെ അത് മാറിക്കഴിഞ്ഞു. ഇപ്പം ജേഡ് സർവീസ് തുടങ്ങി, ഇത് കപ്പൽ വന്നല്ലോ, ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും. ഇതെങ്ങനെ വന്നു? അതിന് മോദി സർക്കാർ എന്തെങ്കിലും ചെയ്തോ? വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ്. അപ്പം കേരള സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കേരളം അടുത്ത ഒരു നൂറ്റാണ്ടിൽ, അടുത്ത നൂറ്റാണ്ടിൽ കേരളം എവിടെ എത്തണം, നവകേരളം എവിടെ എത്തണം എന്ന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുക, നവകേരളത്തിൻ്റെ വികസന ശില്പി അത് കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തും. ഞങ്ങൾക്ക് സംശയമില്ല ലെഫ്റ്റ് റൈറ്റ് വോയിസിന്. ഞങ്ങളിതെല്ലാം പഠിച്ചിട്ട് പറയുകയാണ്. ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു, ഡോക്ടർ D. ബാബു പോൾ IAS പറഞ്ഞൊരു വാചകം എത്രയോ വർഷം മുമ്പ്. പിണറായി വിജയൻ എത്രയോ മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമായിരുന്നു എങ്കിൽ കേരളം ഇന്ന് എവിടെ എത്തുമായിരുന്നു എന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ, അന്ന് ഡോക്ടർ D. ബാബു പോൾ പറഞ്ഞ വാചകമാണ്. അതും കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരുന്നത്. അപ്പം എത്രയോ മുന്നേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവേണ്ടുന്ന ആളായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതൊരു ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ബാബുപോൾ IASന് ഉള്ളവർ, അതിബുദ്ധിമാനായ ഒരാൾ, ഒരു ഓഫീസർ എഴുതിയത്, മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ലേഖന പരമ്പരയിൽ എഴുതിയത്. ഇപ്പം കേരളം കാണുന്നുണ്ടല്ലോ. ഒരു ക്യാപ്റ്റനാണ്, ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുവന്ന ക്യാപ്റ്റനാണ് പിണറായി വിജയൻ. അത് വ്യക്തിപരമായ, പിന്നെ എന്താ പറയുക, നമ്മളെ വ്യക്തിപൂജയൊന്നും അല്ല. അങ്ങനെ ആരും നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കരുത്. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനാണ് പിണറായി വിജയൻ. ഇപ്പം 9 വർഷം, 8.5 വർഷം, 9 വർഷം അത് തെളിയിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു ടേം കൂടി ഇവിടെ ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിൽ ഈ അവതരിപ്പിച്ച നയരേഖ, കേരളത്തിൻ്റെ വികസന രേഖ, ആ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ് നടപ്പാക്കുകയാണെങ്കിലുണ്ടല്ലോ, കേരളം എവിടേക്കാ പോകുമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം ഇതിനെ അട്ടിമറിക്കാൻ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങൾ,
മുഖ്യധാര മാധ്യമങ്ങൾ മാപ്രകൾ, പിന്നെ പ്രതിപക്ഷം BJP, കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായമുണ്ടോ? അപ്പോൾ കേരളം ഇതെങ്ങനെ നേടിയെടുക്കുന്നു? കിഫ്ബി ഉൾപ്പെടെ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും കേരളം കണ്ടെത്തിയിട്ട് കേന്ദ്രത്തിന്റെ സഹായം നിഷേധിക്കലിനെ മറികടന്നു. കേരളത്തിന്റെ സാമ്പത്തിക നില ഇപ്പൊ ഭദ്രമാണ്. ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം, മനസ്സിലാക്കണം. ഇതൊന്നും ഒരു മാപ്രകളും ഒരു അന്തിച്ചർച്ചയും ചെയ്യുന്നില്ലല്ലോ. കേരളം സാമ്പത്തികമായിട്ട് ഭദ്രമായിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന 50,000-ലധികം 56,000 കോടി രൂപ കിട്ടാതിരുന്നിട്ടും, സർവ്വസഹായം മുടക്കിയിട്ടും, വിഴിഞ്ഞത്തിന് 5 പൈസ മുടക്കാതിരുന്നിട്ടും, കിഫ്ബിയെ പൂട്ടിക്കെട്ടാൻ നോക്കിയിട്ടും കേരളം വികസിക്കുന്നു. അതെന്തുകൊണ്ട് 86,000 കോടി രൂപ കിഫ്ബി വഴി ഇവിടെ വികസനത്തിന് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായ പദ്ധതികൾ, ഇപ്പം നിർമ്മാണം നടക്കുന്ന പദ്ധതികൾ 86,000 കോടി രൂപ. ഇപ്പൊ കൊച്ചിയിലെ നിക്ഷേപ സംഗമം 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. വെറുതെ പറയല്ല, അതിന് കൃത്യമായ പ്രോജക്റ്റുകളുണ്ട്. വരുന്ന മാസങ്ങളിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണും. ഇതൊന്നും വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പോഴും തള്ളലാണ്. എങ്കിൽ പിണറായി സർക്കാരിന്റെ നയരേഖ, പിണറായിജിനെ അവതരിപ്പിച്ച നയരേഖയിൽ പ്രകാരം നടക്കണമെങ്കിൽ കൊള്ളാം. ഇപ്പോഴും വന്നിരുന്ന് നെഗറ്റീവ് വാർത്ത ചെയ്ത് ഗതികെട്ടിട്ട് പിണറായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഈ യൂട്യൂബ് മാമന്മാർക്ക് അങ്ങനെ വരുന്നു. നിങ്ങൾ സീ ദ റൈറ്റിംഗ് ഓൺ ദ വാൾ, ചുവരെഴുത്ത് കാണുക. നാളെ നിങ്ങളെ പ്രേക്ഷകര്, വായനക്കാര് ചീത്ത വിളിക്കും, ഈ യൂട്യൂബ് മാമന്മാരെയും മറ്റു മാധ്യമങ്ങളെയും. നിങ്ങൾ സത്യം കാണൂ, നിങ്ങൾ അത് ചർച്ച ചെയ്യൂ. ഇപ്പൊ എന്താ, മിയ കപ്പൽ വന്ന്, ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ മിയ വിഴിഞ്ഞത്തടുത്തു, ബർത്ത് ചെയ്തു പോയി. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഴിഞ്ഞത്തിന് വേണ്ടി വാദിക്കുന്ന ചില യൂട്യൂബർമാരുണ്ടല്ലോ, അവരെന്തായിരുന്നു അവര് മുമ്പ് ചെയ്ത വീഡിയോകൾ നോക്കുക. വിഴിഞ്ഞത്ത് ബർത്തിന് നീളം പോരാ. 2 കപ്പൽ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. ഇതേ യൂട്യൂബ് വീഡിയോ ചെയ്ത മാന്യന് ഇപ്പൊ ഇന്ന് വന്നിരുന്ന് പറയുകയാണ്, 7 കപ്പലുകൾ ഒരേ സമയം വിഴിഞ്ഞത്ത് 24 മണിക്കൂറിൽ വന്ന് ബർത്ത് ചെയ്ത് തിരിച്ചുപോയി. ലോഡ് കയറ്റിപ്പോയി. ഗംഭീര സംഭവം. ഇതേ മാന്യൻ, അല്ലെ ഈ മാന്യന്മാര് കുറച്ചു നാൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് ബർത്തിന് നീളം പോരാ, വിഴിഞ്ഞത്തെ ഒതുക്കി ഇല്ലാണ്ടാക്കി. ആകെ 2 കപ്പൽ വന്നു കഴിഞ്ഞാൽ, ഒരു വലിയ കപ്പൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കപ്പലും ബർത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടേൺ അറൗണ്ട് ടൈം ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇതേ മാന്യന്മാർ വന്നിരുന്ന വീഡിയോയിൽ പറയുകയാണ്, അത്ഭുതം, വിഴിഞ്ഞത്ത് 24 മണിക്കൂറിൽ ടേൺ അറൗണ്ട് ടൈം വെച്ചിട്ട് 7 കപ്പലുകൾ വന്ന് ലോഡിറക്കി കയറ്റി പോകുന്നു. ഗംഭീരം. ഈ എന്താ പറയുക, വിഴുങ്ങിയത് ഛർദ്ദിക്കുക എന്ന് പറയില്ലേ. നിങ്ങൾ ചെയ്ത മുൻ വീഡിയോ നോക്ക്, നിങ്ങൾ എന്താന്ന് പറഞ്ഞത്. അന്ന് ഞങ്ങൾ വാദിച്ചു, ലെഫ്റ്റ് റൈറ്റ് ചോയ്സ് വാദിച്ചു, വിഴിഞ്ഞത്തിന് സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്, സാധ്യതകളുണ്ട്. വിഴിഞ്ഞത്ത് കപ്പൽ വരും പോകും, ഇതെല്ലാം മുന്നോട്ട് പോകും. അപ്പൊ വിഴിഞ്ഞം തുറമുഖം ഇതിനകം തന്നെ രാജ്യാന്തര പ്രശസ്തി നേടിക്കഴിഞ്ഞു. അപ്പോ വിഴിഞ്ഞം കുതിക്കുന്നു എന്നിപ്പോ അംഗീകരിക്കേണ്ടി വരുന്നു. വിഴിഞ്ഞം മുന്നോട്ട് പോകും. അതിന് ഒരു സർക്കാരിന്റെ ഒരു സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഇല്ലെങ്കിലും വിഴിഞ്ഞം മുന്നോട്ട് പോകും. പൂവാർ കപ്പൽ നിർമ്മാണശാല വരും. നയരേഖയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണത്? ജനകീയ മുന്നേറ്റം വികസനത്തിൽ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ ഒന്നും തന്നില്ലെങ്കിലും ജനകീയ മുന്നേറ്റം. അതെങ്ങനെയാണ്? 2 രീതിയിൽ. ഒന്ന്, സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ധനം സമാഹരിക്കുക. ക്യാപിറ്റൽ, മൂലധനം വേണമല്ലോ വികസനത്തിന്. അത് വിഴിഞ്ഞമാവട്ടെ, ബാക്കി ഏത് പദ്ധതിയാവട്ടെ, ഭാവി പദ്ധതികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ, സഹകരണ സ്ഥാപനങ്ങളുടെ കോപ്പറേറ്റീവ് സെക്ടറിന്റെ പിന്തുണ, അവിടുന്ന് ധനസമാഹരണം, പിന്നെ വ്യക്തികൾ, ഓരോ മലയാളികളുടെയും കയ്യിലുള്ള ധനസമാഹരണം. നമ്മുടെ കൊച്ചിയിലെ സിയാൽ ഇന്റർനാഷണൽ എയർപോർട്ട് പോലെ, കണ്ണൂർ എയർപോർട്ട് കിയാൽ ഉണ്ടാക്കിയതുപോലെ ജനകീയ പങ്കാളിത്തത്തോടെ PPP പ്രോജക്റ്റ് വെച്ചിട്ട് ധനം സമാഹരിക്കാൻ, മൂലധനം സമാഹരിക്കാൻ ഉള്ള ധൈര്യം ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ഇഷ്ടം പോലെ പൈസ വരും. അതുകൊണ്ട് പേടിക്കേണ്ട.
വിഴിഞ്ഞത്തിനപ്പുറത്ത് വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും നടക്കും. പക്ഷെ അപ്പോഴൊരു ചോദ്യം, ഈ വന്നിരിക്കുന്ന യൂട്യൂബർമാരോട് ചോദിക്കട്ടെ, മോദി സർക്കാരിനെതിരെ പറയില്ലല്ലോ, എന്താ 2, 3, 4 ഘട്ടത്തിന് പരിസ്ഥിതി അനുമതി ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ വിഴിഞ്ഞത്ത്? എന്താ നരേന്ദ്രമോദിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാത്തത്? എന്താ പറയാത്ത? കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാത്തത്? മിണ്ടത്തില്ല. വന്നിട്ട് എങ്കിൽ 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 പിണറായി സർക്കാരിന് നയരേഖ മുഖ്യമന്ത്രി എങ്കിൽ കൊള്ളാം, ഇത്തരം നെഗറ്റീവ് മാപ്ര പ്രവർത്തനം ഉണ്ടല്ലോ, അത് ആദ്യം അവസാനിപ്പിക്കണം. നിങ്ങൾ മഞ്ഞ കണ്ണാടി വെച്ചിട്ട് കാണുകയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചു, കണ്ണു തുറന്ന് കാര്യങ്ങളെ കാണണം. അപ്പൊ അതുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇഷ്ടപ്പെടുന്നില്ല പലർക്കും, മാധ്യമങ്ങൾക്ക്, പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ധനസമാഹരണം, മൂലധന നിക്ഷേപം സമാഹരിക്കാനുള്ള മറുവഴി കേരളം കണ്ടെത്തിയിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയരേഖ അവിടെ അവതരിപ്പിച്ചത്, ഭാവി നവകേരളത്തിന്റെ നയരേഖ അവതരിപ്പിച്ചത്. പൈസ എവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്കറിയാം. മോദി സർക്കാർ 5 പൈസ തന്നില്ലെങ്കിലും കേരളം മുന്നോട്ട് പോകും. ആ ധൈര്യം ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്, പിണറായി സർക്കാരിനുണ്ട്. അതുകൊണ്ട് വേണ്ടത് 3ാമതും കേരളം ഇടതുപക്ഷം ഭരിക്കണം. എങ്കിലേ ഈ സ്വപ്നം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ബാക്കി വികസനം. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേ, മുന്തിരിങ്ങ പുളിക്കും, അത് പൊളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവസാനം തോൽക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ BJP, ഇവിടുത്തെ യൂട്യൂബ് മാമന്മാർ, വിഴിഞ്ഞത്തിൻ്റെ പേര് ബാധിക്കുന്നവർ ഒക്കെ ആയിരിക്കും തോറ്റുപോവുക. ഞങ്ങളെപ്പോലുള്ളവർ അപ്പോഴും നമ്മൾ തലയുയർത്തി നിൽക്കും. ലെഫ്റ്റ് റൈറ്റ് വോയിസ്. നമ്മൾ കേരളത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. ഓരോ മലയാളിയുടെയും ഭാവിക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. നിങ്ങൾ മലയാളി ദുരിതത്തിൽ കിടക്കണം, ഇവിടെ വികസിക്കരുത്, ഇവിടുന്ന് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മറുപക്ഷത്താണ് നിങ്ങൾ. കൺസ്ട്രക്റ്റീവ് ജേർണലിസം, സൃഷ്ടിപരമായ ജേർണലിസം എന്തെന്ന് പഠിക്കാനുള്ളൊരു പാഠപുസ്തകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്തെ CPIM സമ്മേളനത്തെ അവതരിപ്പിച്ചത്. അത് പോയി പഠിച്ചിട്ട് വന്നിരുന്നിട്ട് വാർത്ത അവതരിപ്പിക്കുക, യൂട്യൂബിൽ വന്നിരുന്ന് തള്ള്. ഇത് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഇങ്ങനെ വന്നിരുന്നത് തള്ളരുത്. എങ്കിലല്ല നടപ്പാക്കിയിരിക്കും. അതാണ് നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. നടപ്പാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ആരൊക്കെയാ നമുക്കറിയാമല്ലോ. അത്രയുള്ളൂ.